ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ ആയിട്ടുള്ള മലയാളം സെന്റൻസസ് നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് ഇംഗ്ലീഷിൽ പറയാം എന്നാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് ഞങ്ങളുടെ ചാനലിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഒത്തിരി പാടുപെടാതെ വളരെ കാമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ പറ്റുന്ന വീഡിയോസ് ആണ് പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് നല്ല അടിപൊളിയായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഫോളോ ചെയ്യുക. ഡെയിലി നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ പറ്റും. അപ്പം ഞാൻ ഈ പഠിപ്പിക്കുന്ന 50 സെൻറ്റൻസസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും എന്നല്ല കേട്ടോ പറയുന്നത്. അതൊരിക്കലും പറ്റില്ല. നമ്മൾ 50 അല്ല 100 അല്ല 1000 സെൻറ്റൻസസ് പഠിച്ചാലും നമുക്ക് ഫ്ലുവൻ്റ് ആവാൻ പറ്റില്ല. നമ്മൾ ഫ്ലുവൻ്റ് ആവണമെങ്കിൽ സ്വന്തമായിട്ട് സെൻറ്റൻസസ് ഉണ്ടാക്കാൻ പഠിക്കണം. അതിൻ്റെ വീഡിയോസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളിപ്പം കേരളത്തിന് പുറത്താണ് താമസിക്കുന്നത്, അത്യാവശ്യമായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ ഗ്രാമർ ഒന്ന് പഠിച്ച് ബേസ് എത്തുന്നതിന് മുന്നേ തന്നെ ഒന്ന് സംസാരിച്ച് കോൺഫിഡൻ്റ് ആവണം, അത്യാവശ്യം ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പറ്റും. നമ്മളൊരു 50 സെൻറ്റൻസസ് പഠിച്ചാൽ മാത്രമേ അതിൽ 10 എണ്ണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ മുഴുവൻ സെൻറ്റൻസസ് പഠിക്കുക. അതുപോലെ തന്നെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് വരുവാണെങ്കിൽ അപ്പം തന്നെ അത് കോമെൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? ഇപ്പോൾ ഓരോ സെൻറ്റൻസ് ആയിട്ട് ഞാൻ പറയാം. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ സെൻറ്റൻസ് പറയാനായിട്ട് ശ്രമിക്കുക. പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോമെൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, ഇനി ഫസ്റ്റ് സെൻറ്റൻസ് ആണ്, നീ ഉണർന്നിരിക്കുകയാണോ? നമ്മളിപ്പോൾ ഒരാളെ വിളിച്ചിട്ട് ചോദിക്കുക, എടാ നീ ഉണർന്നിരിക്കുകയാണോ, നീ എണീറ്റോ, ഉണർന്നിരിക്കുകയാണോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അതെങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റും? നീ ഉണർന്നിരിക്കുകയാണോ? അപ്പം നീ ഉണർന്നോ എന്ന് ചോദിക്കാനായിട്ട് ഡിഡ് യു വേക്ക് അപ്പ് എന്ന് നമുക്ക് ചോദിക്കാം. ഉണർന്നിരിക്കുകയാണോ എന്നെങ്ങനെ ചോദിക്കും? ആർ യു അവേക്ക് എന്ന് ചോദിക്കും. ആർ യു അവേക്ക്? അവേക്ക് എന്ന് വെച്ചാൽ ഉണർന്നിരിക്കുന്ന അവസ്ഥേനെയാണ് നമ്മൾ അവേക്ക് എന്ന് പറയുന്നത്. AWAKE, അതായത് ഉണർന്നിരിക്കുന്ന അവസ്ഥ. സോ ആർ യു അവേക്ക് എന്ന് വെച്ചാൽ നീ ഉണർന്നിരിക്കുകയാണോ. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. നമ്മളപ്പോൾ അതിന് മറുപടി ആയിട്ട് പറയാണ്, ഞാൻ ഇപ്പോൾ ഉണർന്നതേ ഉള്ളൂ, ഞാൻ ഇപ്പോൾ ഉണർന്നതേ ഉള്ളൂ, ഇപ്പോൾ ഒരു കാര്യം നടന്നിട്ടേ ഉള്ളൂ. അത് നമ്മൾ എങ്ങനെ പറയും? ഐ ഹവ് ജസ്റ്റ് വോക്കൺ അപ്പ്. ഐ ഹവ് ജസ്റ്റ് വോക്കൺ അപ്പ്. അപ്പം നമ്മളൊരു കാര്യം ഇപ്പം നടന്നിട്ടേ ഉള്ളൂ എന്ന് പറയാനായിട്ട് നമ്മൾ ഹാവ് ജസ്റ്റ് എന്നുള്ള ഫ്രേസ് ആണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പോൾ ഒരു ചായ കുടിച്ചതേ ഉള്ളൂ. ഐ ഹാവ് ജസ്റ്റ് ഹാഡ് എ ടീ. അപ്പം ഞാനിവിടെ ഐവ് എന്ന് പറയുന്നത് ഐ ഹാവിൻ്റെ ഷോർട്ട് ഫോം ആണ്. സോ ഐ ഹവ് ജസ്റ്റ് ഹാഡ് എ ടീ. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ, ഐ ഹവ് ജസ്റ്റ് റീച്ച്ഡ്. അപ്പം എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം ചെയ്തതേ ഉള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചതേ ഉള്ളൂ എന്ന് പറയാനായിട്ട് ഹാവ് ജസ്റ്റ് എന്നുള്ള കോമ്പിനേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സെൻറ്റൻസ് എന്താ? ഞാൻ ഇപ്പോൾ ഉണർന്നതേ ഉള്ളൂ, ഐ ഹവ് ജസ്റ്റ് വോക്കൺ അപ്പ്. ഞാൻ ഇപ്പോൾ ഉണർന്നതേ ഉള്ളൂ. ഇനി എനിക്ക് കുറച്ച് സമയം വേണം. എനിക്ക് കുറച്ച് സമയം വേണം. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വേണം, അതൊരു ആവശ്യമാണ് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് പറയാ? ഐ നീഡ് എന്ന് പറയണം. അതായത് നമ്മളിപ്പോൾ നല്ലപോലെ നമുക്കിപ്പോൾ ദാഹിക്കുന്നു, നമുക്ക് വെള്ളം വേണം. അപ്പം നമ്മൾ ഐ നീഡ് വാട്ടർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പരീക്ഷ എഴുതാൻ പോയി, അപ്പോൾ നമ്മുടെ കയ്യിൽ പേനയില്ല, നമുക്കൊരു പേന വേണം, അതൊരു ആവശ്യമാണ്. അപ്പോൾ ഐ നീഡ് എ പെൻ എന്നാണ് പറയുന്നത്. സോ എനിക്ക് കുറച്ച് സമയം വേണം നമ്മൾ എങ്ങനെ പറയും? ഐ നീഡ് സം ടൈം. ഐ നീഡ് സം ടൈം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, സമ്മും ടൈമും സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. സം ടൈംസ് വേറെയാണ്, സം ടൈം വേറെയാണ്. കുറച്ച് സമയം എന്നുള്ള രീതിയിലാണ് ഇവിടെ സം ടൈം എന്ന് പറയുന്നത്. സോ ഐ നീഡ് സം ടൈം. എനിക്ക് കുറച്ച് സമയം വേണം. അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം. നീ ഇപ്പോഴും വീട്ടിൽ തന്നെയാണോ? നീ ഇപ്പോഴും വീട്ടിൽ തന്നെയാണോ? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഫ്രണ്ടിൻ്റെ അവിടെ ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ്. ആളെ വിളിച്ചിട്ട് നമ്മൾ ചോദിക്കുക, ഇറങ്ങിയോ ചോദിക്കുമ്പോൾ ഇല്ലടാ ഇറങ്ങിയില്ല എന്ന് പറയും. അപ്പം നീ ഇപ്പോഴും വീട്ടിൽ തന്നെയാണോ എന്നെങ്ങനെ ചോദിക്കും? സോ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ആർ യു സ്റ്റിൽ അറ്റ് ഹോം? ആർ യു സ്റ്റിൽ അറ്റ് ഹോം? ഈ സ്റ്റിൽ എന്ന് പറയുന്നത് ഇപ്പോഴും എന്നുള്ള അർത്ഥമാണ്. സ്റ്റിൽ, STILL, സ്റ്റിൽ, ഇപ്പോഴും. നീ ഇപ്പോഴും വീട്ടിൽ തന്നെയാണോ? നീ ഇപ്പോഴും പഠിക്കുവാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? ആർ യു സ്റ്റിൽ സ്റ്റഡിങ്? അല്ലെങ്കിൽ നീ ഇപ്പോഴും ആ കമ്പനി തന്നെയാണോ വർക്ക് ചെയ്യുന്നത്? ആർ യു സ്റ്റിൽ വർക്കിംഗ് അറ്റ് ദാറ്റ് കമ്പനി? സോ ഇപ്പോഴും എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ സ്റ്റിൽ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നീ ഇപ്പോഴും വീട്ടിൽ തന്നെയാണോ? ആർ യു സ്റ്റിൽ അറ്റ് ഹോം? അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഒരാളോട് ചോദിക്കുക, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യണം എന്നൊക്കെ. ഒരു കാര്യം എന്ത് ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ വാട്ട് ഷുഡ് എന്നുള്ള കോമ്പിനേഷനാണ് യൂസ് ചെയ്യുന്നത്. വാട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാവർക്കും അറിയാം എന്താ വാട്ട് എന്നല്ലേ? വാട്ട് എന്ന് പറയുമ്പോൾ എന്ത് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ വാട്ട് ഷുഡ് ഐ ഡു ഫോർ യു? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? വാട്ട് ഷുഡ് ഐ ഡു എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യണം, നിനക്ക് വേണ്ടി എന്നുള്ളത് എടുത്ത് പറയാനാണ് നമ്മൾ ഫോർ യു യൂസ് ചെയ്യുന്നത്. സോ
സോ വാട്ട് ഷുഡ് ഐ ഡു ഫോർ യു? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഇനി അടുത്തത്, ഞാൻ വീട്ടിൽ ഉണ്ടാകില്ല. ഞാൻ വീട്ടിൽ ഉണ്ടാകില്ല. അതായത് നമ്മൾ ആരോടെങ്കിലും പറയണേടാ ഞാൻ വീട്ടിൽ ഇന്ന സമയത്ത് ഉണ്ടാവില്ല കേട്ടോ എന്ന് പറയണ്ടേ? അത് നമ്മൾ എങ്ങനെയാ പറയാ? ഞാൻ വീട്ടിൽ ഉണ്ടാവില്ല. I'll not be at home. I'll not be at home എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ ഉണ്ടാകില്ല. ഇപ്പൊ നമ്മൾ ഇത് തന്നെയല്ല, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടാകില്ല അല്ലെങ്കിൽ എന്താ ഏതെങ്കിലും ഒരു പരിപാടിക്ക് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയാനായിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാം. ഉദാഹരണത്തിന്, ഞാൻ സ്കൂളിൽ ഉണ്ടാവില്ല, I'll not be at school. അല്ലെങ്കിൽ ഞാൻ പരിപാടിക്ക് ഉണ്ടാവില്ല, I'll not be participating in the program. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഉണ്ടാകില്ല എന്ന് പറയാനായിട്ട് I'll not be എന്നുള്ള ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത്, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ? നീ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ? അപ്പൊ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? വളരെ സിമ്പിൾ ആണ്. വാട്ട് ഡു യു മീൻ? ഇതൊക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റും. വാട്ട് ഡു യു മീൻ? മീൻ എന്ന് പറയുമ്പോൾ അർത്ഥം എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. മീൻ എന്ന് പറയുമ്പോൾ അർത്ഥം, എന്താണ് നീ അർത്ഥമാക്കുന്നത് എന്നുള്ള രീതിയിലാണ്. സോ വാട്ട് ഡു യു മീൻ? എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? ഇനി അടുത്തത്, ഞാൻ അവനെ വിളിക്കുകയാണ്. ഞാൻ അവനെ വിളിക്കുകയാണ്. ഈ സെന്റൻസിന്റെ അർത്ഥം എന്താ? ഞാൻ ഇപ്പൊ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറയുന്നത് അല്ലെ? ഞാൻ അവനെ വിളിക്കുകയാണ്. സോ അങ്ങനത്തെ സെന്റൻസസിൽ നമ്മൾ ഓർക്കേണ്ട രണ്ട് കാര്യം, നമ്മൾ ഞാൻ അവനെ വിളിക്കുകയാണെന്ന് വന്നതുകൊണ്ട് തന്നെ ഐ ആം ഉണ്ടാകണം നിർബന്ധമായിട്ട്. ഒരു കാര്യം ഞാൻ ചെയ്യുകയാണെന്ന് പറയുമ്പോൾ ആ സെന്റൻസ് എപ്പോഴും ഐ ആം വെച്ചിട്ടായിരിക്കും തുടങ്ങുന്നത്. സോ ഐ ആം. ഇനി എന്ത് ചെയ്യുകയാണ്? ആ പ്രവൃത്തിയുടെ കൂടെ ING ചേർത്ത് കൊടുക്കണം. ഉദാഹരണത്തിന്, ഞാൻ അവനെ വിളിക്കുകയാണ്, ഐ ആം കോളിംഗ് ഹിം. ഞാൻ അവനെ വിളിക്കുകയാണ്, ഐ ആം കോളിംഗ് ഹിം. ഇപ്പൊ ഞാൻ അവനോട് സംസാരിക്കുകയാണെന്നാണെങ്കിലോ ഐ ആം കോളിന് പകരം അവിടെ ടോക്ക് വരും, ടോക്കിംഗ് ടു ഹിം. ഇല്ലെങ്കിൽ ഞാൻ കഴിക്കുകയാണെന്നാണെങ്കിലോ ഐ ആം ഹാവിങ് ആകും. കഴിക്കുക ഹാവ്, അപ്പൊ ഹാവിങ് ആകും, ഐ ആം ഹാവിങ് ഫുഡ്. സോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണ്, ഞാൻ ചെയ്യുകയാണെന്ന് പറയുമ്പോൾ ഐ ആം വേണം, അത് വെച്ച് വേണം സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ നിർബന്ധമായിട്ടും. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ കൂടെ നമ്മൾ ING ചേർത്ത് കൊടുക്കണം. ഇനി അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം. അവർ പോയോ? നമ്മൾ ചോദിക്കുകയാണ്, ഇവർ പോയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒരാൾ പോയോ എന്ന് എങ്ങനെയാ ചോദിക്കുക? നമുക്ക് ഇത് നടന്നു കഴിഞ്ഞ കാര്യമാണ് അല്ലെ? ഓൾറെഡി നടന്നു കഴിഞ്ഞ കാര്യത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. നടന്നു കഴിഞ്ഞോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. സോ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസ് വേണം യൂസ് ചെയ്യാൻ. അപ്പം ഒരു കാര്യം സംഭവിച്ചോ എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യം നമുക്ക് ഡിഡ് വെച്ച് തുടങ്ങാം. ഓക്കെ, ഒരു കാര്യം നടന്നോ, സംഭവിച്ചോ, ചെയ്തോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ. അപ്പൊ അവർ പോയോ? ഡിഡ് ദേ ലീവ്? പോവുക, അതായത് എവിടോട്ടെങ്കിലും തിരിക്കുക, പോവുക എന്നുള്ളതിന് നമ്മൾ ലീവ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത്. സോ അവർ പോയോ എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കാം? ഡിഡ് ദേ ലീവ്. ഇനി അവർ കഴിച്ചോ എന്ന് എങ്ങനെ ചോദിക്കാം? ഡിഡ് ദേ ഹാവ് ഫുഡ്. ഇനി അല്ലെങ്കിൽ അവർ വിളിച്ചോ? ഡിഡ് ദേ കോൾ. ഇപ്പൊ കണ്ടില്ലേ, ആ ഒരു സാമ്യം കണ്ടില്ലേ? എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ അല്ലെങ്കിൽ സംഭവിച്ചോ നടന്നോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ ഡിഡ് വെച്ചിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഈ ഒരു സിറ്റുവേഷൻ്റെ കാര്യമാണ് കേട്ടോ. ഇനി അടുത്ത്, ഞാൻ നിന്റെ ലാപ്ടോപ്പ് ഉപയോഗിച്ചോട്ടെ. ഞാൻ നിന്റെ ലാപ്ടോപ്പ് യൂസ് ചെയ്തോട്ടെ, ഉപയോഗിച്ചോട്ടെ. അപ്പൊ എന്തോ ഒരു കാര്യത്തിന് നമ്മൾ അനുവാദം ചോദിക്കുകയാണ് അല്ലെ? പെർമിഷൻ ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ രണ്ട് രീതിയിൽ നമുക്ക് ചോദിക്കാം. രണ്ട് രീതിയിലുള്ള സെന്റൻസസ് ഞാൻ പറഞ്ഞുതരാം. രണ്ട് രീതിയിലല്ല, നമുക്ക് കുറെ രീതിയിൽ ചോദിക്കാം. പക്ഷെ ഞാൻ രണ്ട് രീതിയിലുള്ള സെന്റൻസസ് പറഞ്ഞുതരാം. ഒന്നെന്ന് പറയുന്നത് വളരെ നോർമൽ ആയിട്ട് നമ്മൾ ഫ്രണ്ട്സ് ഒക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ, ക്യാൻ ഐ യൂസ് യുവർ ലാപ്ടോപ്പ്? ഞാൻ നിന്റെ ലാപ്ടോപ്പ് ഉപയോഗിച്ചോട്ടെ. ക്യാൻ ഐ യൂസ് യുവർ ലാപ്ടോപ്പ്? ഇനി അതല്ല, നമ്മൾ നമ്മുടെ ഓഫീസിലാണ് വേറൊരു കൊളീഗിന്റെ അല്ലെങ്കിൽ നമ്മുടെ സീനിയറിന്റെ അല്ലെങ്കിൽ നമുക്ക് അത്ര വലിയ കമ്പനി ഇല്ലാത്ത ഒരാളുടെ ലാപ്ടോപ്പ് നമ്മൾ ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ക്യാൻ മാറ്റിയിട്ട് കുറച്ചുകൂടി പൊളൈറ്റായിട്ട് കുറച്ചുകൂടി മര്യാദ കൂട്ടാൻ വേണ്ടിയിട്ട് കുഡ് യൂസ് ചെയ്യാം. കുഡ് ഐ യൂസ് യുവർ ലാപ്ടോപ്പ്? കുഡ് ഐ യൂസ് യുവർ ലാപ്ടോപ്പ്? ഞാൻ നിങ്ങളുടെ ലാപ്ടോപ്പ് ഉപയോഗിച്ചോട്ടെ. കുഡ് ഐ യൂസ് യുവർ ലാപ്ടോപ്പ്? ഇനി അടുത്ത സെന്റൻസ് നോക്കാം. വൈകിയതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. വൈകിയതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പൊ ഇതെങ്ങനെ നമ്മൾ പറയാം? വൈകിയതിന് ക്ഷമ ചോദിക്കുന്നു, നമ്മൾ സോറി പറയാണ്. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. വളരെ സിമ്പിൾ ആയിട്ട് ഐ എം സോറി എന്ന് പറഞ്ഞ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഐ എം സോറി വൈകിയതിന്, ഫോർ ബീയിങ് ലേറ്റ്. വൈകിയതിന് എന്നുള്ളതിനാണ് നമ്മൾ ഫോർ ബീയിങ് ലേറ്റ്, ലേറ്റ് ആയതിന് എന്നുള്ള അർത്ഥത്തിൽ. സോ ഐ എം സോറി ഫോർ ബീയിങ് ലേറ്റ്. ഐ എം സോറി ഫോർ ബീയിങ് ലേറ്റ്. വൈകിയതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അല്ലെങ്കിൽ കുറച്ചുകൂടി ഫോർമലായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഐ അപ്പോളജൈസ് ഫോർ ബീയിങ് ലേറ്റ്. ഈ അപ്പോളജൈസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ക്ഷമ ചോദിക്കുക എന്നാണ്. സോ ഐ അപ്പോളജൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നാണ്. സോ ഐ അപ്പോളജൈസ് ഫോർ ബീയിങ് ലേറ്റ്. വൈകിയതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇനി അടുത്തത്,
എനിക്ക് തയ്യാറാകാൻ കുറച്ച് സമയം വേണം. നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് ആൾ ചോദിക്കുകയാണ്, എടാ ഇപ്പം റെഡി ആവും ചോദിക്കുകയാണ്, അപ്പോൾ എനിക്ക് കുറച്ച് സമയം വേണോടാ എന്ന് പറയാം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് കുറച്ച് സമയം വേണം. ഇതിപ്പോൾ ഞാൻ പറയുന്ന സെന്റൻസിൽ മാത്രമല്ല, നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വേർഡ്സിന്റെ യൂസേജ് ഒന്ന് നോക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ യൂസ് ചെയ്യാം. അപ്പം ഞാൻ എനിക്ക് തയ്യാറാകാൻ കുറച്ച് സമയം വേണം എന്ന് പറയാണ്. അപ്പം നമുക്ക് അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ നീഡ് സം ടൈം ടു ഗെറ്റ് റെഡി. ഐ നീഡ് സം ടൈം. അപ്പൊ ഇവിടെ എന്താ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്? കുറച്ച് സമയം എന്നുള്ളതിന് സം ടൈം. രണ്ടും രണ്ട് വാക്കുകളാണ്. ഐ നീഡ് സം ടൈം ടു ഗെറ്റ് റെഡി. ടു ഗെറ്റ് റെഡി എന്ന് പറഞ്ഞാൽ എന്താ? തയ്യാറാകാൻ. സോ ഐ നീഡ് സം ടൈം ടു ഗെറ്റ് റെഡി. എനിക്ക് തയ്യാറാകാൻ കുറച്ച് സമയം വേണം. ഇനി അടുത്ത സെന്റൻസ്, ഞാൻ നിന്നെ ഇന്നലെ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടു. ഞാൻ നിന്നെ ഇന്നലെ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടു. അപ്പൊ ഇവിടെ ഞാൻ കണ്ടു എന്നുള്ളത് വേണം വരാൻ. ഞാൻ കണ്ടു. ഞാൻ കണ്ടു നമ്മൾ എങ്ങനെ പറയാ? ഐ സോ. ഇനി അതിനുശേഷമാണ് എന്ത് കണ്ടു എന്നുള്ളത്. ഇവിടെ എന്തുകൊണ്ടാണ് സോ വന്നതെന്ന് നിങ്ങൾ ആലോചിച്ചോ? കാണുക എന്നുള്ളതിന് നമ്മൾ പൊതുവെ സീ എന്നല്ലേ പറയാ. പിന്നെ എന്തുകൊണ്ടായിരിക്കും സോ വന്നത്? നമ്മൾ കണ്ടു എന്നാണ് പറയുന്നത്, കഴിഞ്ഞു പോയൊരു കാര്യത്തിനെ പറ്റിയിട്ടാണ്. അതുകൊണ്ടാണ് സീയുടെ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഐ സോ, ഞാൻ കണ്ടു. എന്താ കണ്ടത്? ഞാൻ ഇന്നലെ നിന്നെ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടു. ഐ സോ യു യെസ്റ്റർഡേ. ഞാൻ നിന്നെ ഇന്നലെ കണ്ടു ബസ് സ്റ്റോപ്പിൽ വെച്ച്. അപ്പൊ ബസ് സ്റ്റോപ്പിൽ എന്നെങ്ങനെ പറയാ? അറ്റ് ദ ബസ് സ്റ്റോപ്പ് എന്ന് പറയും. ഈ ബസ് സ്റ്റോപ്പ്, പാർക്ക്, ബാങ്ക്, ബീച്ച്, അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ. ഓഫീസ്, റിസപ്ഷൻ, ഫ്രണ്ട് ഓഫീസ്, അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലത്തിന്റെ കൂടെ നമ്മൾ അറ്റാണ് യൂസ് ചെയ്യുന്നത്. സോ ഐ സോ യു യെസ്റ്റർഡേ അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഓക്കെ. ഇപ്പൊ പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ ഐ സോ യു യെസ്റ്റർഡേ അറ്റ് ദ പോലീസ് സ്റ്റേഷൻ, അല്ലെങ്കിൽ അറ്റ് ദ ബാങ്ക്, അറ്റ് ദ ചിൽഡ്രൻസ് പാർക്ക്, അറ്റ് ദ സ്കൂൾ, അറ്റ് ദ കോളേജ്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഓക്കെ. ഇനി അടുത്തത്, നീ അവനെ കണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പൊതുവെ യൂസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നീ അവനെ കണ്ടോ എന്ന് എങ്ങനെ നമ്മൾ ചോദിക്കുക? നീ അവനെ കണ്ടോ. നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മളൊരു കാര്യം ചെയ്തോ, സംഭവിച്ചോ, നടന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏത് വാക്ക് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഡിഡ് വെച്ചിട്ട്. പാസ്റ്റ് ടെൻസ് ആണ്, ഡിഡ് വെച്ചിട്ട്. സോ നീ അവനെ കണ്ടോ എന്നുള്ളത് ഡിഡ് യു സീ ഹിം എന്നേ ഉണ്ടാവുള്ളൂ. ഡിഡ് യു സീ ഹിം. നീ അവനെ കണ്ടോ, ഡിഡ് യു സീ ഹിം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അവൻ എവിടെയായിരുന്നു? ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? അവൻ എവിടെയായിരുന്നു. അപ്പൊ നമ്മളിവിടെ എന്താ ചോദിക്കുന്നത്? അവന്റെ സ്ഥലം, ലൊക്കേഷൻ ആണ് ചോദിക്കുന്നത്. എന്തെന്നുള്ളതിന് നമ്മൾ വാട്ട് യൂസ് ചെയ്യും ഇംഗ്ലീഷിൽ? ചെയ്തോ, സംഭവിച്ചോ, നടന്നോ, അതൊക്കെ ചോദിക്കാനായിട്ട് ഡിഡ് യൂസ് ചെയ്യുമെന്ന് പഠിച്ചു. എവിടെ എന്നുള്ളതിന് എന്താ നമ്മൾ ചോദിക്കുക? അവൻ എവിടെയായിരുന്നു. എവിടെ എന്നുള്ളത് നമ്മൾ എന്താ ചോദിക്കുക? വേർ എന്നുള്ള വാക്കാണ് ചോദിക്കുക. വേർ. എന്തെങ്കിലും ഒരു കാര്യം നടന്ന, അല്ലെങ്കിൽ കാര്യം നടക്കാൻ പോകുന്ന, നടക്കുന്ന സ്ഥലത്തെ പറ്റിയിട്ടാണ് നമുക്ക് അറിയുന്നതെങ്കിൽ അതിന്റെ കൂടെ, ആ ക്വസ്റ്റ്യന്റെ കൂടെ, ആ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വേർ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ടാണ്. സോ അവൻ എവിടെയായിരുന്നു? വേർ വാസ് ഹി. അവൻ എവിടെയായിരുന്നു? വേർ വാസ് ഹി. ഇനി ഞാൻ ഈ സിനിമ ഇതിനു മുൻപേ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ സിനിമ ഇതിനു മുൻപേ കണ്ടിട്ടുണ്ട്. അപ്പൊ അതായത് ഞാൻ ഒരു എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസിനെ പറ്റിയിട്ട്. ഈ സിനിമ എന്നുള്ള കാര്യം ഇതിനു മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഈ സിനിമ കണ്ട എക്സ്പീരിയൻസ് എനിക്കുണ്ട്. സോ അങ്ങനെ എക്സ്പീരിയൻസസിനെ പറ്റിയിട്ട് പറയുമ്പോൾ നമ്മൾ ഹാവ് അല്ലെങ്കിൽ ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഈ സിനിമ ഇതിനു മുൻപേ കണ്ടിട്ടുണ്ട് എന്ന് എങ്ങനെ പറയും? ഐ ഹാവ്. ഈ കാണുക എന്നുള്ളതിന് നമ്മൾ, ഈ സിനിമ കാണുക എന്നുള്ളതിനൊക്കെ നമ്മൾ വാച്ച് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് വാച്ച് എന്ന് ഇവിടെ പറയാൻ പറ്റത്തില്ല. അതിന്റെ V3 ഫോമായിട്ടുള്ള വാച്ച് ഡേ പറയാൻ പറ്റുള്ളൂ. സോ ഐ ഹാവ് വാച്ച്ഡ് ദിസ് മൂവി ബിഫോർ. ഞാൻ ഈ സിനിമ ഇതിനു മുൻപേ കണ്ടിട്ടുണ്ട്. ഐ ഹാവ് വാച്ച്ഡ് ദിസ് മൂവി ബിഫോർ. അടുത്ത സെന്റൻസ് ആണ്, അവൻ ദുബായിൽ പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ അവൻ ദുബായിൽ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അവൻ ദുബായിൽ പോയി, നമുക്കറിയില്ല. ചിലപ്പോൾ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോയി പക്ഷെ തിരിച്ചു വന്നില്ല എന്നായിരിക്കും. അല്ലെങ്കിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടാകാം. എന്താണെങ്കിലും നമ്മൾ അവന്റെ എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലെ. അവനൊരു കാര്യം ചെയ്തിട്ടുണ്ട്, അത് അവന്റെ എക്സ്പീരിയൻസ് ആണ്. ദുബായ് എന്ന സ്ഥലത്തേക്ക് പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അവനുണ്ട്. സോ നമ്മൾ എങ്ങനെ പറയും? അവൻ ദുബായിൽ പോയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ പറയാം, ഹി ഹാസ് ബീൻ ടു ദുബായ്. ഹി ഹാസ് ബീൻ ടു ദുബായ്. സോ ബീൻ എന്തുകൊണ്ട് ഇവിടെ യൂസ് ചെയ്തു? നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുള്ളത് പോവുക അല്ലെങ്കിൽ പോയി എന്നൊക്കെ പറയുമ്പോൾ ഗോയും വെന്റും ഒക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ എങ്ങനെയാണ് ഇവിടെ ബീൻ വന്നത്? ശരിക്കും പറഞ്ഞാൽ ഹി ഹാസ് ഗോൺ ടു ദുബായ് എന്നല്ലേ പറയേണ്ടത്. നമുക്ക് അങ്ങനെ പറയുന്നതുകൊണ്ട് പ്രശ്നം, അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടെന്നല്ല, പക്ഷെ അർത്ഥത്തിന് ചെറിയ വ്യത്യാസമുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മൾ ഹി ഹാസ് ബീൻ ടു ദുബായ് എന്ന് പറയുമ്പോൾ ഓൾറെഡി അവൻ ദുബായിൽ പോയിട്ട് തിരിച്ചു വന്നു എന്നാണ് അർത്ഥം വരുന്നത്. ഹി ഹാസ് ഗോൺ ടു ദുബായ് എന്ന് പറയുമ്പോൾ അവൻ ദുബായിൽ പോയിട്ടുണ്ട്, പക്ഷെ തിരിച്ചെത്തിയോ ഇല്ലേ എന്നുള്ളത് വ്യക്തമല്ല. സോ ഹി ഹാസ് ബീൻ ടു ദുബായ് എന്നാണ് നമ്മൾ പറയാ. അവൻ ദുബായിൽ പോയിട്ടുണ്ട്, ആ ഒരു എക്സ്പീരിയൻസിനെ പറ്റി പറയുമ്പോൾ ഹി ഹാസ് ബീൻ ടു ദുബായ്. ഇനി ഞങ്ങൾ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ട്.
ഞങ്ങൾ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ഇതും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറയുന്നത്. ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? എക്സ്പീരിയൻസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാസ് യൂസ് ചെയ്യും. ഞാൻ ചെയ്തിട്ടുണ്ട്, നീ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുറേ ആളുകളുടെ കാര്യം, ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുക. ഒരാളുടെ കാര്യം, അതായത് അവൻ, അവൾ, അങ്ങനെ ഒരാളുടെ കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ അവിടെ ഹാസ് ആണ് യൂസ് ചെയ്യുക. ഇവിടെ ഞങ്ങൾ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഞങ്ങൾ എന്ന് പറയുമ്പോൾ എന്തായാലും ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് അല്ലേ? സോ വി ഹാവ് ബീൻ ടു ഹിസ് ഹൗസ്. ഗോൺ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. വി ഹാവ് ബീൻ ടു ഹിസ് ഹൗസ്. വി ഹാവ് ബീൻ ടു ഹിസ് ഹൗസ്. ഞങ്ങൾ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ഇനി അടുത്ത്, നമ്മൾ എപ്പോഴാണ് പോകുന്നത്? നമ്മൾ എപ്പോഴാണ് പോകുന്നത്? ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് പോകാൻ നമുക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുകയാണ് നമ്മൾ എപ്പോഴാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, എപ്പോൾ. എപ്പോഴെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് എന്നുള്ളതിന് വാട്ട്, എവിടെ എന്നുള്ളതിന് വേർ, ചെയ്തോ എന്ന് ചോദിക്കാനായിട്ട് ഡിഡ് യൂസ് ചെയ്യും. അപ്പോൾ എപ്പോൾ എന്നുള്ളതിന് നമ്മൾ എന്താ യൂസ് ചെയ്യുക? എപ്പോൾ. സമയം ചോദിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ പോകുന്നതിന്റെ സമയം അല്ലെങ്കിൽ നടന്നതിന്റെ സമയം അറിയണം. അപ്പൊ അങ്ങനത്തെ കേസിൽ സമയം അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ചോദ്യം ആണ് വെൻ. എപ്പോൾ, വെൻ. അപ്പൊ ആ വെൻ വെച്ചിട്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ എപ്പോഴാണ് പോകുന്നതെന്ന് എങ്ങനെ പറയും? വെൻ വിൽ വി ഗോ. നമ്മൾ എപ്പോഴാണ് പോകുന്നത്? വെൻ വിൽ വി ഗോ. ഇനി അടുത്ത ചോദ്യം, നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞ് പോകാം. നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞ് പോവാം. അത് നമ്മൾ എങ്ങനെയാ പറയാ? നമുക്ക് കുറച്ച്, നമ്മൾ പറയാം എപ്പോഴാ പോകുന്നത്? കുറച്ച് സമയം കഴിഞ്ഞ് പോവാന്ന് പറയാം. അപ്പൊ അതെങ്ങനെയാ പറയാ? നമ്മൾ കുറച്ച് സമയം എന്നുള്ളതിന് നേരത്തെ പഠിച്ചു സം ടൈം എന്നാ പറയുന്നത്. നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞ് പോകാം എന്ന് പറയുമ്പോൾ വി ഷാൽ ഗോ ആഫ്റ്റർ സം ടൈം. വി ഷാൽ ഗോ ആഫ്റ്റർ സം ടൈം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോകാം. ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ വി ഷാൽ ഗോ എന്ന് പറഞ്ഞത്? വി വിൽ ഗോ എന്ന് എന്തുകൊണ്ടാണ് പറയാത്തെ? പോകാം എന്നാ പറയുന്നത് അല്ലെ? പോകാം. അപ്പൊ അതുകൊണ്ട് അവിടെ ഷാൽ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. സോ വി ഷാൽ ഗോ ആഫ്റ്റർ സം ടൈം. നമ്മൾ പോകും എന്നാണെന്നുണ്ടെങ്കിൽ വി വിൽ ഗോ എന്ന് പറഞ്ഞേനെ. വി വിൽ ഗോ ആഫ്റ്റർ സം ടൈം എന്ന് പറഞ്ഞേനെ. പോകാം എന്നായതുകൊണ്ടാണ് കുറച്ചൊരു ബെറ്റർ ഷാലാണെന്ന് തോന്നി. സോ വി ഷാൽ ഗോ ആഫ്റ്റർ സം ടൈം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് ആരോടാണ് ഇത് ഞാൻ ചോദിക്കേണ്ടത്? ആരോടാണ് ഇത് ഞാൻ ചോദിക്കേണ്ടത്? നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഓഫീസിലെത്തി, അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലായിരിക്കാം, നമ്മുടെ ക്ലാസ്സിലായിരിക്കാം, കോളേജിലായിരിക്കാം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം. നമ്മൾ ചോദിക്കുകയാണ് ഇത് ആരോടാ ചോദിക്കേണ്ടത്? ഇത് ആരാ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ആളാരാ? അങ്ങനെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഹും ഷുഡ് ഐ ആസ്ക് ദിസ് ടു? ഹും ഷുഡ് ഐ ആസ്ക് ദിസ് ടു? ഈ ഹും എന്നുള്ള വാക്ക് എന്താ? ആരോട് എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മൾ ഹും ആണ് യൂസ് ചെയ്യുന്നത്. പലർക്കും ഡൗട്ട് ഉണ്ട്, അവിടെ ഹു അല്ലേ യൂസ് ചെയ്യേണ്ടത്, ഹും ആണോ എന്നുള്ളത്. ഹും തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ആരോട് എന്നുള്ളതിന് ഹും ആണ് യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ആരോടാണ് നീ സംസാരിക്കുന്നത്? ഹും ആർ യു ടോക്കിംഗ് ടു എന്നാ നമ്മൾ പറയാം. അപ്പൊ ആരോട് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഹും വന്നിരിക്കുന്നത്. സോ ആരോടാണ് ഞാൻ ഇത് ചോദിക്കേണ്ടത്? ഹും ഷുഡ് ഐ ആസ്ക് ദിസ് ടു? ഓക്കെ. ഇനി അടുത്തത്, എവിടെയാണ് ബസ് സ്റ്റോപ്പ്? നമ്മളിപ്പോൾ ഒരു പുതിയ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ബസ് സ്റ്റോപ്പ് അറിയില്ല, അതെവിടെയാണെന്ന് ചോദിക്കാനായിട്ട് എവിടെയാണ് ബസ് സ്റ്റോപ്പ് നമ്മൾ ചോദിക്കുകയാണ്. അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? എവിടെ എന്നുള്ള വേർഡിന് നമ്മൾ ഇംഗ്ലീഷിൽ ഏത് വാക്കാണ് യൂസ് ചെയ്യുക? നമ്മൾ വേർ എന്നുള്ള വാക്ക് യൂസ് ചെയ്യും അല്ലെ? വേർ. എവിടെ, വേർ. സോ എവിടെയാണ് ബസ് സ്റ്റോപ്പ് എന്ന് എങ്ങനെ ചോദിക്കാം? വേർ ഇസ് ദ ബസ് സ്റ്റോപ്പ് എന്ന് നമുക്ക് ചോദിക്കാം. വേർ ഇസ് ദ ബസ് സ്റ്റോപ്പ്. ഇനി എപ്പോഴാണ് ബസ് എത്തുക? എപ്പോഴാണ് ബസ് എത്തുക? ഇത് നമ്മൾ എങ്ങനെ ചോദിക്കും? എപ്പോഴാണ് ബസ് എത്തുക എന്നുള്ളത് സമയമാണ് ചോദിക്കുന്നത്. സമയം ചോദിക്കുമ്പോൾ നമ്മൾ ഏത് വാക്കാണ് യൂസ് ചെയ്യേണ്ടത്? വെൻ. വെൻ വിൽ ദ ബസ് അറൈവ്? വെൻ വിൽ ദ ബസ് അറൈവ്? എപ്പോഴാണ് ബസ് എത്തുക? ഇനി അടുത്ത ചോദ്യം, നിനക്ക് വെള്ളം വേണോ? നമ്മൾ ആരോടെങ്കിലും ചോദിക്കുകയാണ്, നിനക്ക് വെള്ളം വേണോ, കുടിക്കാൻ എന്തെങ്കിലും വേണോ? അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റുന്നത്? നിനക്ക് വെള്ളം വേണോ? വുഡ് യു ലൈക്ക് സം വാട്ടർ? വുഡ് യു ലൈക്ക് സം വാട്ടർ? നിനക്ക് വെള്ളം വേണോ? അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ വുഡ് യു ലൈക്ക് സംതിങ് ടു ഡ്രിങ്ക്? വുഡ് യു ലൈക്ക് സംതിങ് ടു ഡ്രിങ്ക്? നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? ഇനി അടുത്ത സെന്റൻസ് ആണ്, കുറച്ച് വെള്ളം കുടിക്കൂ. നമ്മളിപ്പോൾ ഒരാളോട് പറയാണ് കുറച്ച് വെള്ളം കുടിക്കൂ. അത് നമ്മൾ എങ്ങനെ പറയാ? പ്ലീസ് ഹാവ് സം വാട്ടർ. പ്ലീസ് ഹാവ് സം വാട്ടർ. കുറച്ച് വെള്ളം കുടിക്കൂ. പ്ലീസ് ഹാവ് സം വാട്ടർ. ഇനി അടുത്തത്, ഞാൻ അവനെ വിളിച്ചു പക്ഷെ അവൻ കോൾ എടുത്തില്ല. ഞാൻ അവനെ വിളിച്ചു പക്ഷെ അവൻ കോൾ എടുത്തില്ല. ഇതെങ്ങനെ പറയും? ഞാൻ അവനെ വിളിച്ചു, ഐ കോൾഡ് ഹിം. അല്ലെങ്കിൽ ഞാൻ വിളിക്കാൻ ശ്രമിച്ചു, ഐ ട്രൈഡ് ടു കോൾ ഹിം. രണ്ടും കറക്റ്റ് ആണ്. സോ ഐ ട്രൈഡ് ടു കോൾ ഹിം അല്ലെങ്കിൽ ഐ കോൾഡ് ഹിം, പക്ഷെ അവൻ ഫോൺ എടുത്തില്ല. ബട്ട് ഹി ഡിഡ്ന്റ് പിക്ക് അപ്പ്. ബട്ട് ഹി ഡിഡ്ന്റ് പിക്ക് അപ്പ്. പിക്കപ്പ് എന്ന് പറഞ്ഞാൽ കോൾ എടുത്തില്ല എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്.
അവൻ പിക്കപ്പ് ചെയ്തില്ല, അവൻ കോൾ എടുത്തില്ല. ബട്ട് ഹി ഡിഡ്ന്റ് പിക്കപ്പ്. ഇനി അടുത്തത്, ഇനി ഞാൻ അവനെ പിന്നീട് വിളിക്കാം. ഞാൻ അവനെ പിന്നീട് വിളിക്കാം. ഇതെങ്ങനെ പറയും? ഐ ഷാൽ കോൾ ഹിം ലേറ്റർ. ഞാൻ അവനെ പിന്നീട് വിളിക്കാം. ഐ ഷാൽ കോൾ ഹിം ലേറ്റർ. അത്രേ ഉള്ളൂ. ഇനി തൽക്കാലത്തേക്ക് നീ ഇവിടെ നിൽക്ക്. ഇതെങ്ങനെയാ പറയാ? തൽക്കാലത്തേക്ക് നീ ഇവിടെ നിൽക്ക്. ഈ തൽക്കാലത്തേക്ക് എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? ഫോർ ദ ടൈം ബീങ് എന്ന് പറയും. എന്താ പറയാ? ഫോർ ദ ടൈം ബീങ്. അല്ലെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ഫോർ നൗ എന്ന് പറയാം. ഫോർ നൗ എന്ന് വെച്ചാൽ ഇപ്പോഴത്തേക്ക് അല്ലെങ്കിൽ തൽക്കാലത്തേക്ക്. സോ നമ്മുടെ സെന്റൻസ് എന്താണ്? തൽക്കാലത്തേക്ക് നീ ഇവിടെ നിൽക്ക്. ഫോർ ദ ടൈം ബീങ് യു സ്റ്റേ ഹിയർ. ഫോർ ദ ടൈം ബീങ് യു സ്റ്റേ ഹിയർ. നീ ഇവിടെ നിൽക്ക്. ഇനി നിനക്ക് എന്നോട് നേരത്തെ പറയാമായിരുന്നു. ഒരു കാര്യം സംഭവിച്ചൊക്കെ കഴിഞ്ഞു, അതിനെ പറ്റിയിട്ട് പിന്നീട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, നിനക്ക് എന്നോട് ഇത് നേരത്തെ പറയായിരുന്നു, എന്നാൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ ഇത് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നിനക്ക് എന്നോട് നേരത്തെ പറയാമായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നേരത്തെ ചെയ്യാമായിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ കുഡ് ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. എന്താ യൂസ് ചെയ്യുക? കുഡ് ഹാവ്. അതായത് ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞു, ഇതിങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ കുഡ് ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിനക്ക് എന്നോട് പറയാമായിരുന്നു എന്ന് വരുമ്പോഴത്തേക്ക് യു കുഡ് ഹാവ് ടോൾഡ് മീ. യു കുഡ് ഹാവ് ടോൾഡ് മീ. നിനക്ക് എന്നോട് പറയാമായിരുന്നു. ഇനി അടുത്തത്, ഞാനത് ഉറപ്പായും ചെയ്യും. ഞാനത് ഉറപ്പായും ചെയ്യും. ഞാൻ ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചത് ഞാൻ പറയാണ്, ഞാൻ എന്തായാലും അത് ചെയ്യുമെന്ന്. ഐ വിൽ ഡു ഇറ്റ് ഫോർ ഷുവർ. കുറച്ചുകൂടി ഷോർട്ട് ആക്കി പറയുകയാണെങ്കിൽ ഐ ഡു ഇറ്റ് ഫോർ ഷുവർ എന്ന് വെച്ചാൽ എന്താ? ഞാൻ ഉറപ്പായിട്ടും അത് ചെയ്യും. ഐ ഡു ഇറ്റ് ഫോർ ഷുവർ. ഞാൻ ഉറപ്പായിട്ടും, ഉറപ്പ് എന്നുള്ളതിനാണ് നമ്മളിവിടെ ഷുവർ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. ഞാൻ ഉറപ്പായിട്ടും അത് ചെയ്യും. ഐ ഡു ഇറ്റ് ഫോർ ഷുവർ. ഇനി അടുത്തത്, അവന്റെ ശ്രമം വെറുതെ ആയിപ്പോയി. അവന്റെ ശ്രമം വെറുതെ ആയിപ്പോയി. അപ്പം നമ്മൾ പറയത്തില്ലേ, ചേട്ടാ അവൻ വെറുതെ കഷ്ടപ്പെട്ടു അല്ലേ എന്നൊക്കെ, അവൻ വെറുതെ കുറെ പണിയെടുത്തു എന്നൊക്കെ നമ്മൾ പറയില്ലേ. അത് നമ്മൾ എങ്ങനെയാ പറയാ? ഹിസ് എഫേർട്ട് വാസ് ഇൻ വെയിൻ. ഹിസ് എഫേർട്ട് വാസ് ഇൻ വെയിൻ. ഈ ഇൻ വെയിൻ എന്ന് പറഞ്ഞാൽ വെറുതെ ആയി പോയി എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇൻ വെയിൻ എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യുന്നത്. സോ ഹിസ് എഫേർട്ട് വാസ് ഇൻ വെയിൻ. അപ്പോൾ അവൻ ചെയ്തത് വെറുതെ ആയിപ്പോയി. വെറുതെ ആയിപ്പോയി എന്നുള്ളതിന് പകരമാണ് നമ്മൾ ഇൻ വെയിൻ യൂസ് ചെയ്യുന്നത്. അവന്റെ കഷ്ടപ്പാട് അല്ലെങ്കിൽ അവന്റെ പ്രയത്നം എന്നുള്ള അർത്ഥത്തിൽ എഫേർട്ടും. സോ ഹിസ് എഫേർട്ട് വാസ് ഇൻ വെയിൻ. അവൻ ചെയ്തതെല്ലാം വെറുതെ ആയിപ്പോയി. ഇനി അടുത്തത്, നീ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഈ കോളിലൊക്കെ വിളിക്കുമ്പോൾ, എസ്പെഷ്യലി നമ്മൾ ഓഫീസ് കോൾസ്, ക്ലയൻറ്റ് കോൾസ് ഒക്കെ വിളിക്കുമ്പോൾ അവർ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളപ്പം ഐ കാൺട്ട് ഹിയർ യു എന്ന് പറഞ്ഞാൽ പ്രോപ്പർ അല്ലല്ലോ. അതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേസ് ആണ് യു ആർ നോട്ട് ഓഡിബിൾ. യു ആർ നോട്ട് ഓഡിബിൾ. ഓഡിബിൾ എന്ന് വെച്ചാൽ എന്താ? കേൾക്കാൻ പറ്റുന്നില്ല എന്ന്. സോ യു ആർ നോട്ട് ഓഡിബിൾ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കേൾക്കാൻ പറ്റുന്നില്ല. സോ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ കേൾക്കാൻ പറ്റുന്നില്ല എന്ന് എങ്ങനെ പറയും? യു ആർ നോട്ട് ഓഡിബിൾ എന്ന് പറയും. ഇനി അടുത്തത്, നീ എന്നാണ് നാട്ടിൽ പോകുന്നത്? നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യാണ്, നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും കൊളീഗൊക്കെ വേറൊരു സ്ഥലത്തു നിന്നുള്ള ഒരാളാണെങ്കിൽ, വേറൊരു ജില്ലയിൽ നിന്നുള്ള ആളാണെങ്കിൽ നമ്മൾ ചോദിക്കും അല്ലേ, നീ എന്നാ നാട്ടിൽ പോകുന്നേ? അപ്പം എന്നാ നാട്ടിൽ പോകുന്നത് നമ്മൾ എങ്ങനെയാ ചോദിക്കാം? അപ്പം നമുക്ക് ഇങ്ങനെ ചോദിക്കാം, വെൻ വിൽ യു ഗോ ഹോം? വെൻ വിൽ യു ഗോ ഹോം? ഇവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. നാടെന്ന് പറയുന്നതിന് പകരം നമ്മൾ വീടെന്ന് പറഞ്ഞാൽ മതിയോ? അങ്ങനെയല്ല. ഹോം ക്യാൻ ഓൾസോ ബി എ പ്ലേസ്. ഹോം എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് ആയിരിക്കണം, അത് ഓടിട്ടൊരു വീടായിരിക്കണം, അല്ലെങ്കിൽ ടെറസുള്ള ഒരു വീടായിരിക്കണം, 4 ബെഡ്റൂം ഉണ്ടായിരിക്കണം എന്നൊന്നും നിർബന്ധമില്ല. ഹോം ക്യാൻ ബി എ പ്ലേസ്, ഹോം ക്യാൻ ബി എ പേഴ്സൺ. സോ നമുക്ക് ഹോം എന്നുള്ള നാടായിട്ടും പറയാവുന്നതാണ്. സോ എന്നാണ് നീ നാട്ടിൽ പോകുന്നതെന്ന് പറയാനായിട്ട് വെൻ വിൽ യു ഗോ ഹോം എന്ന് ചോദിക്കാം. ഇനി നാട്ടിലെത്തിയിട്ട് വിളിക്കണേ, അതെങ്ങനെ പറയാ? ചെയ്യണേ, അത് നമ്മൾ എങ്ങനെ പറയും? നമ്മളൊരാളോട് പറയാണ്. സോ ഒരു കാര്യം ചെയ്യണേ എന്ന് പറയാനായിട്ട് നമുക്ക് ഇവിടെ വിളിക്കണേ എന്ന് പറയണമെന്നുള്ളതുകൊണ്ട് കോൾ മീ. ഓക്കെ, സോ കോൾ മീ വൺസ് യു റീച്ച് ഹോം. നീ വീട്ടിലെത്തിയാൽ ആ സമയത്ത് എന്നെ ഒന്ന് വിളിക്കണേ. കോൾ മീ വൺസ് യു റീച്ച് ഹോം. ഇനി അടുത്ത്, എനിക്കുറപ്പില്ല. എനിക്കുറപ്പില്ല എന്നെങ്ങനെ പറയും? എനിക്കുറപ്പില്ല, ഒരു കാര്യത്തിനെ കുറിച്ച് എനിക്കൊരു ഉറപ്പുമില്ല. അങ്ങനത്തെ കേസിൽ ഐ ആം നോട്ട് ഷുവർ എന്ന് പറയാം. എന്ത് പറയാം? ഐ ആം നോട്ട് ഷുവർ, എനിക്കുറപ്പില്ല. ഇനി അടുത്തത്, അവൻ ഇന്ന് വൈകുന്നേരം വരുമായിരിക്കും. അവൻ ഇന്ന് വൈകുന്നേരം വരുമായിരിക്കും. നമുക്കറിയില്ല വരുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ എങ്ങനെയാ പറയാ? അപ്പൊ ഒരു കാര്യം സംഭവിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ലെങ്കിൽ അവിടെ നമുക്ക് മേ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. അപ്പൊ അവൻ വരുമായിരിക്കും എന്നാ പറയുന്നത് അല്ലെ. സോ ഹി മേ കം. എന്ന് വരുമായിരിക്കും? ഇന്ന് വൈകുന്നേരം വരുമായിരിക്കും. സോ ഹി മേ കം ദിസ് ഈവനിങ്. ഹി മേ കം ദിസ് ഈവനിങ് എന്ന് വെച്ചാൽ അവൻ ഇന്ന് വൈകുന്നേരം വരുമായിരിക്കും. ഇനി അവൻ ഇന്ന് വൈകുന്നേരം വരത്തില്ല എന്ന് എങ്ങനെ പറയാ? ഹി മേ നോട്ട് കം ദിസ് ഈവനിങ്.
ഹി മേ നോട്ട് കം ദിസ് ഈവനിങ് എന്ന് വെച്ചാൽ അവൻ ഈ വൈകുന്നേരം വരില്ലായിരിക്കും എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇനി അടുത്തത്, അവനെ എനിക്കറിയില്ല. നമുക്കിപ്പോൾ ഒരാളെ അറിയില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അവനെ എനിക്കറിയില്ല. ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അവനെ എനിക്കറിയില്ല. സിമ്പിൾ ആണ്, എല്ലാവർക്കും അറിയാം. ഐ ഡോണ്ട് നോ ഹിം. ഐ ഡോണ്ട് നോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പൊ അവനെ അറിയില്ല എന്ന് പറയാനായിട്ട് ഐ ഡോണ്ട് നോ ഹിം എന്ന് നമുക്ക് പറയാം. ഇനി നിനക്ക് എന്നെ അറിയുമോ? നിനക്ക് എന്നെ അറിയുമോ? അതെങ്ങനെ നമ്മൾ പറയാ? ഡു യു നോ മീ? എന്നെ അറിയാമോ? ഡു യു നോ മീ? നിനക്ക് എന്നെ അറിയാമോ? ഇനി അടുത്തത്, ഇന്ന് മഴ പെയ്യുമോ? ഇന്ന് മഴ പെയ്യുമോ? നമ്മൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് മഴ പെയ്യുമോ? പെയ്യാനുള്ള ചാൻസ് ഉണ്ടോ? അത് നമ്മൾ എങ്ങനെയാ ചോദിക്കുക? ഇന്ന് മഴ പെയ്യുമോ? വിൽ ഇറ്റ് റെയിൻ ടുഡേ? വിൽ ഇറ്റ് റെയിൻ ടുഡേ? ഒരു സാധ്യതയുണ്ട്, ഒരു കാര്യം നടക്കുമോ എന്ന് ചോദിക്കുകയാണ് നമ്മൾ. വിൽ ഇറ്റ് റെയിൻ ടുഡേ? ഇനി അടുത്തത്, നീ കൊടയെടുത്തോ? അത് നമ്മൾ കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് ആരെങ്കിലും ചോദിക്കും. നമ്മൾ ഓഫീസിൽ എത്തിയിട്ട് പുറത്ത് എവിടെയെങ്കിലും പോകണമെങ്കിൽ മഴയാണ്, നമ്മുടെ കുടയില്ലെങ്കിൽ നമ്മൾ ഓഫീസിലുള്ളവരോട് ചോദിക്കും, നീ കൊടയെടുത്തോ? അതെങ്ങനെ ചോദിക്കുക? ഡിഡ് യു ടേക്ക് ദി അംബ്രല്ല? ഡിഡ് യു ടേക്ക് ദി അംബ്രല്ല എന്ന് വെച്ചാൽ എന്താ? നീ കൊടയെടുത്തോ? ഡിഡ് യു ടേക്ക് ദി അംബ്രല്ല? ഇനി ഇവൻ നമ്മൾ കൊട എടുത്തിട്ടില്ല എങ്കിലോ? നമ്മൾ കൊട എടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? എൻ്റെ കയ്യിലില്ല, ഞാൻ എടുത്തിട്ടില്ല എന്ന് എങ്ങനെ പറയും? ഐ ഡിഡിൻ ടേക്ക് ദി അംബ്രല്ല എന്ന് പറയും. എന്താ പറയാ? ഐ ഡിഡിൻ ടേക്ക് ദി അംബ്രല്ല. ഞാൻ കൊട എടുത്തിട്ടില്ല. ഇനി ഞാൻ കൊട എടുത്തിട്ടുണ്ട് എന്നാണെങ്കിലോ? ഞാൻ കൊട എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐ ഹാവ് ടേക്കൺ ദി അംബ്രല്ല. ഐ ഹാവ് ടേക്കൺ ദി അംബ്രല്ല. ഞാൻ കൊട കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ കൊട എടുത്തിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ. ഇനി നീ എന്താ ചിന്തിക്കുന്നത്? നീ എന്താ ചിന്തിക്കുന്നത്? അത് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ? നീ എന്താ ചിന്തിക്കുന്നത്? അവൻ എന്താ ചിന്തിക്കുന്നത്? അത് നമ്മൾ ചോദിക്കാറില്ലേ? അപ്പൊ അതെങ്ങനെയാ പറയാ? വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട്? വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട്? അതായത് എന്തിനെ പറ്റി ആലോചിച്ചിരിക്കുകയാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട്? നീ എന്താണ് ചിന്തിക്കുന്നത്? ഇനി അടുത്ത്, ഇതെങ്ങനെയാണ് ചെയ്യുക? ഇതെങ്ങനെയാണ് ചെയ്യുക? അതായത് എന്തോ ഒരു കാര്യം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പൊ നമ്മൾ ചോദിക്കാം, ഇതെങ്ങനെയാ ചെയ്യേണ്ടത്? ഇതെങ്ങനെ തുറക്കുന്നേ? ഇതെങ്ങനെ എടുക്കുന്നേ? ഇതെങ്ങനെ ഓൺ ആക്കുന്നേ? അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ? അപ്പൊ എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുന്നതെന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ഹൗ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചായിരിക്കും സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. സോ ഇതെങ്ങനെയാണ് ചെയ്യുക? ഹൗ ഡു യു ഡു ഇറ്റ്? ഇതെങ്ങനെയാണ് ചെയ്യുക? ഹൗ ഡു യു ഡു ഇറ്റ്? നമുക്ക് ചോദിക്കണം, എ സി എങ്ങനെയാണ് ഓൺ ആക്കുക? ഹൗ ഡു ഐ ടേൺ ഓൺ ദ എ സി എന്ന് ചോദിക്കാം. അപ്പൊ എങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്ന് ചോദിക്കാനായിട്ട് ഹൗ ആണ് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻ വേർഡ് വെച്ച് തന്നെ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യും. ഇനി നിനക്ക് പോകണമെന്നുണ്ടോ? നിനക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ നിനക്ക് ട്രിപ്പ് പോകണം എന്നുണ്ടോ എന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കുകയാണ്. ഇതേ കാര്യം ഞാൻ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? നിനക്ക് ട്രിപ്പ് പോകണം എന്നുണ്ടോ? ഡു യു വോണ ഗോ ടു ദ ട്രിപ്പ്? ഡു യു വോണ ഗോ ടു ദ ട്രിപ്പ്? എന്തെങ്കിലും ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് പോകണം എന്നുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഡു യു വോണ്ട് ടു ഗോ എന്നുള്ള ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി എനിക്ക് പോകണം എന്നില്ല, ഇത് നമ്മൾ എങ്ങനെ പറയും? എനിക്ക് പോകണം എന്നില്ല. അപ്പൊ എനിക്ക് പോകണം എന്ന് ആഗ്രഹമില്ല എന്ന് പറയാനായിട്ട് ഐ ഡോണ്ട് വോണ്ട് ടു ഗോ എന്ന് പറയാം. ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ഫോർ ദ ട്രിപ്പ്. എനിക്ക് ട്രിപ്പിന് പോകണം എന്നില്ല. ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ഫോർ ദ മൂവീസ്. എനിക്ക് സിനിമ കാണാൻ പോകണം എന്നില്ല. ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ടു ദ മാർക്കറ്റ്. എനിക്ക് മാർക്കറ്റിൽ പോകണം എന്നില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യണം എന്നില്ല എന്നാണെങ്കിൽ ഐ ഡോണ്ട് വോണ്ട് ടു ഗോ അല്ലെങ്കിൽ എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഐ ഡോണ്ട് വോണ്ട് ടു ഗോ, എനിക്ക് പോകണം എന്നില്ല. ഇനി എനിക്ക് പോകണം എന്നുണ്ട് എന്ന് അങ്ങനെയാണ് മറുപടിയെങ്കിലോ? എനിക്ക് പോകണം എന്നുണ്ട്, എനിക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട്. സോ ഐ വോണ്ട് ടു ഗോ. ഐ വോണ്ട് ടു ഗോ. എനിക്ക് പോകണം എന്നുണ്ട്, ഐ വോണ്ട് ടു ഗോ. ഐ വോണ്ട് ടു ഗോ ഫോർ ദ ട്രിപ്പ്. എനിക്ക് ട്രിപ്പിന് പോകണം എന്നുണ്ട്. ഐ വോണ്ട് ടു ഗോ ഫോർ ദ മൂവീസ്. എനിക്ക് മൂവീസിന് പോകണം എന്നുണ്ട്. ഐ വോണ്ട് ടു ഗോ ടു ദ മാർക്കറ്റ്. എനിക്ക് മാർക്കറ്റിൽ പോകണം എന്നുണ്ട്. സോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പോകണം എന്നുണ്ടെങ്കിൽ ഐ വോണ്ട് ടു ഗോ എന്നുള്ള ഫ്രേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത സെന്റൻസ് ആണ്, എനിക്ക് നീന്താൻ കഴിയും. എനിക്ക് നീന്താൻ കഴിയും. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം ചെയ്യാൻ എനിക്ക് പറ്റും. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ എങ്ങനെയാ പറയാ? ഐ ക്യാൻ സ്വിം എന്ന് പറയും. ഐ ക്യാൻ സ്വിം. ഇപ്പൊ എനിക്ക് നീന്താൻ കഴിയും, ഐ ക്യാൻ സ്വിം. ഇനി എനിക്ക് നീന്താൻ കഴിയില്ല, അതാണ് അടുത്ത സെന്റൻസ്. ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ഐ കാണ്ട് എന്ന് പറയണം. ഐ കാണ്ട് സ്വിം. എനിക്ക് നീന്താൻ കഴിയില്ല. ഇപ്പൊ സ്വിം മാത്രമല്ല, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയുമെന്നാണെങ്കിൽ ഐ ക്യാൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് പറയണം. ഫോർ എക്സാമ്പിൾ, ഐ ക്യാൻ റീഡ് ബുക്സ്, ഐ ക്യാൻ ലിസൺ ടു മ്യൂസിക്, ഐ ക്യാൻ റൺ ഫാസ്റ്റ്, ഐ ക്യാൻ ക്ലൈംബ് മൗണ്ടൻസ്. എന്താണോ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് അത് പറയാനായിട്ട് ഐ ക്യാൻ യൂസ് ചെയ്യുക. എനിക്ക് ചെയ്യാൻ കഴിയില്ല, ഐ കാണ്ട് മേക്ക് ടീ, അല്ലെങ്കിൽ ഐ കാണ്ട് ഡ്രൈവ്, ഐ കാണ്ട് റൺ ഫാസ്റ്റ്,
അപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് പറയാനായിട്ട് ഐ കാണ്ട് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ബേസിക് ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് ആണ്. ഒരു 50 മലയാളം സെൻറ്റൻസസും അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുമാണ് പഠിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 50 സെൻറ്റൻസസ് പഠിച്ചു എന്ന് കരുതി നിങ്ങൾ ഫ്ലുവൻ്റ് ആയിട്ട് നാളെ തൊട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ പിന്നെ ഇത് എന്തിനാണ്? നമുക്ക് ചില സിറ്റുവേഷൻസിൽ ഗ്രാമറൊക്കെ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുക്കും, ഒരു 1.5 മാസം എടുക്കും. അപ്പം നമുക്ക് അത്യാവശ്യം ഒന്ന് സിറ്റുവേഷൻ വരുമ്പോൾ സംസാരിച്ച് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഇംഗ്ലീഷ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ഇപ്പം തന്നെ കോൺഫിഡൻ്റ് ആകാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ ഇതുപോലത്തെ ചെറിയ ചെറിയ സെൻറ്റൻസസ് പഠിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. അതെല്ലാം നിങ്ങൾ കോമെൻറ്റ് ചെയ്ത് ചോദിക്കുക. ഇനി കോമെൻറ്റ് ചെയ്ത് ചോദിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇംഗ്ലീഷ് മിത്ര ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ ഉറപ്പായിട്ട് ഒരു മറുപടി നൽകുന്നതായിരിക്കും. അതേപോലെ ഇങ്ങനെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് ഒരു ടീച്ചർ പഠിപ്പിച്ച് തരുവാണെങ്കിൽ നിങ്ങൾക്കല്ല ആർക്കായാലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പേഴ്സണൽ ട്രെയിനറിൻ്റെ സഹായത്തോടു കൂടി വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തോ അതല്ലെങ്കിൽ ലൈവ് വീഡിയോ ക്ലാസ്സസ് വഴിയോ അതും അല്ലെങ്കിൽ നേരിട്ട് ഓഫ്ലൈനായിട്ട് ക്ലാസ് റൂമിൽ വന്ന് പഠിക്കാനോ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സസിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഏത് ടൈപ്പ് ക്ലാസ് ആണ് വേണ്ടതെന്നും ഒക്കെ പറയാനും അറിയാനും ഒക്കെ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ക്ലാസ് എങ്ങനെയുണ്ടെന്ന് അറിയണമെങ്കിൽ ഒരു ഫ്രീ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. ഹാവ് എ വണ്ടർഫുൾ ഡേ. English Mitra. Stop worrying, start learning.